ഏതെങ്കിലും DC ഓഫീസിൽ, അതായത് നിങ്ങളുടെ DCC പോലെ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്ന CPIMൻ്റെ ഏതെങ്കിലും ഓഫീസുകളിൽ ഇതുപോലൊരു തമ്മിൽ തല്ലിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടോ? അവരുടെ SFI കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസ് ഉപരോധിക്കുന്നത് നമ്മൾ കണ്ടോ? വിയോജിപ്പുകൾ, ഭിന്നതകൾ, സീറ്റ് കിട്ടാത്തവരുടെ കൊതിക്കറിവുകൾ എല്ലാത്തിലും ഉള്ളതിൻ്റെ 1000-ലൊരു അംശമാണ് ഇടതുപക്ഷത്ത് നിന്ന് വരുന്നത്. താങ്കളിപ്പോൾ ചൂണ്ടിക്കാണിച്ച മുൻ ദേശാഭിമാനി ബ്യൂറോ ചീഫിൻ്റെ ഒക്കെ കാര്യം, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതുപോലാണോ ഇങ്ങനെ ഒരു തമ്മിൽ തല്ല്? ലിജു എന്ന KPCCയുടെ മുതിർന്ന ഭാരവാഹി അവിടെ ഇരുന്ന് ചർച്ച നടത്തുകയാണ് ജില്ലാ പഞ്ചായത്തിൽ 7 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ. നാളെ നോമിനേഷൻ്റെ അവസാന തീയതിയാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്ന വേളയിൽ ഒരു മതിലിപ്പുറം അതേ ഓഫീസിലാണ് തമ്മിൽ തല്ലുന്നത് മുതിർന്ന നേതാക്കന്മാർ. എന്തൊക്കെ പറഞ്ഞിട്ടാണ്, മുഖത്തൊക്കെയാണ് ഇടിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിനെ നിസ്സാരവൽക്കരിച്ച് കണ്ടാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് നശിക്കാനല്ല പറയുന്നത്. കേരളത്തിൽ 14 ജില്ലകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളുണ്ട്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകൾ, അത് ഓഫീസിൽ പോലുമല്ല, ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു മതിലിന് പുറത്ത് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി, ചെറിയൊരു സംഘർഷമുണ്ടായി എന്ന് പറയുമ്പോൾ ഇതിനെ പർവ്വതീകരിച്ച് കാണിച്ച് നമ്മൾ അങ്ങനെ പറയുവാണെങ്കിൽ CPMന്റെ അകത്ത് തന്നെ വിയോജിപ്പുള്ള പ്രവർത്തകരോട് CPMകാർ തന്നെ കൈകാര്യം ചെയ്ത രീതികളൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടി വരും. തെരഞ്ഞെടുപ്പ് എവിടെ കണ്ടു? ഏതെങ്കിലും ഒരു ദൃശ്യമുണ്ടോ അതിന്? ഉൾപാർട്ടി ജനാധിപത്യം എന്ന അവരുടെ പാർട്ടി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും ഉള്ളിലുള്ള ഭിന്നതകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ പാർട്ടി തീരുമാനം പുറത്തെത്തിയാൽ അവർ ഏകകണ്ഠമായി ഒരുമിച്ച് ആ തീരുമാനം നടപ്പാക്കാൻ നിൽക്കില്ലേ? കോൺഗ്രസ് അങ്ങനെ ഒരു മാതൃക കാട്ടാനുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പോലും? അതാണ് എൻ്റെ ചോദ്യം, എൻ്റെ സംശയമാണ്, ഞാൻ ആരോപിക്കുകയല്ല. CPMന്റെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നടന്ന വിഷയം എന്താണെന്നുള്ളത് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും കണ്ടതാണ്, അവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2 തവണ അവിടെ ഉന്തും തള്ളും സംഘർഷവും ഓഫീസിനകത്ത് തന്നെ പ്രവർത്തകർ നടപടിയെടുക്കുന്നു, ആ കമ്മിറ്റി പിരിച്ചുവിടുന്നു, പുതിയതെടുക്കുന്നു, ആ സംവിധാനം അരക്കിട്ട് വീണ്ടും എണ്ണയിട്ട് യന്ത്രം പോലെ കൂടുതൽ വ്യക്തമാണ് എന്ന അർത്ഥത്തിൽ രംഗത്ത് വന്നില്ലേ ആ വിഷയത്തിൽ? അങ്ങനെ ആകാത്തതെന്ത്? നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരില്ലേ? KC വേണുഗോപാലില്ലേ? പ്രതിപക്ഷ നേതാവ് VD സതീശനില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിഷയങ്ങൾ പറയുന്നത്? രമേശ് ചെന്നിത്തലയില്ലേ? ഓടി നടന്ന മതരാഷ്ട്രവാദികളുമായി ഇവരെ കൈകോർക്കുന്നില്ലേ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ? ആയിക്കോട്ടെ, പക്ഷേ ആന്തരികമായി ഈ അവസ്ഥയുടെ ദുർബലത നിങ്ങൾ ഈ പുറം ലോകത്തെ അറിയിക്കുന്നതിന് ഇങ്ങനെ അവിടെയാണ്. അതിൽ കമ്പാരിസൺ ഇല്ല ശ്രീ റോണി കെ ബേബി. തീർച്ചയായിട്ടും കമ്പാരിസൺ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തെല്ലാം ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കരുതി വിട്ട് കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തനം ഉണ്ടായാൽ തീർച്ചയായും മുഖം നോക്കാതെയുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ, പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന ആളുകളെ ഒരു മുഖം നോക്കാതെയുള്ള നടപടിയാണോ ശ്രീ റോണി കെ ബേബി? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ, ഈ ഐസ്ബർഗ് എന്താണ് മഞ്ഞുമലയുടെ തുമ്പ് എന്ന നിലയിൽ ഞാൻ ഒന്ന് പറയാം. നോക്കൂ, ഈ റസിയ എന്ന വ്യക്തി നിങ്ങളുടെ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു, റസിയ അൻസാർ, കല്ലറ ബ്ലോക്ക് കമ്മിറ്റി. അവർ ഒരു പരാതി ആർക്കെതിരെ കൊടുക്കുന്നു? മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ കൊടുക്കുന്നു. പരാതിക്കാരിയെ പുറത്തിരുത്തുന്നു. ആർക്കെതിരെയാണോ പരാതി നൽകിയത് കുറ്റാരോപിതനായ രഘുനാഥൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അതിലുള്ള പരിഭവവും പരാതിയും പ്രതിഷേധവും അവർ ശക്തമായി റസിയ ഉന്നയിക്കുന്നു. രമണി P. നായർ എന്ന ഈ ചിറയൻകീഴ് കോർ കമ്മിറ്റി അധ്യക്ഷ രാജിവെക്കുന്നതിലേക്കൊക്കെ പിന്നീട് പോയി, അവർ രാജിവെച്ചു. പക്ഷേ അവർക്ക് പോലും ഈ വിഷയത്തിലൊരു മറുപടി പറയാനാകുന്നില്ല. ഇവരുടെ രണ്ടിൻ്റെയും വോയിസുകൾ ഇവർ നിന്ന് പതർന്ന് രമണി P. നായർ നിന്ന് പതർന്ന് അടക്കമുള്ള വോയിസുകൾ ഇന്നലെ ഞങ്ങൾ നൽകി, കൈരളി ന്യൂസ് നൽകി. ഇതാ നോക്കൂ, ഇന്ന് അതിന് ആ റസിയ അങ്ങനെ ആരോപിച്ചതിന് മുരളീധരൻ്റെ മറുപടി അതൊന്ന് കാണൂ ശ്രീ റോണി കെ ബേബി. ഞാനൊരു മഞ്ഞുമലയുടെ അംശമാണ് കാണിക്കുന്നത്. റോണി കെ ബേബി ഒന്ന് കാണൂ, മുരളീധരൻ പറഞ്ഞത് ഒന്ന് കേൾക്കൂ. KPC ജനറൽ സെക്രട്ടറിമാരൊന്നും അങ്ങനെ സ്ഥാനങ്ങൾ രാജിവെക്കാൻ പാടില്ല. അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടത്. അതിന് പകരം രാജിവെച്ച് വെറുതെ വാർത്ത ഉണ്ടാക്കരുത്. അങ്ങനെ പരാതി പറഞ്ഞ ഒരു വനിത ആദ്യമായിട്ട് കൈരളിക്കാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോൺ സംഭാഷണമല്ല, കൈരളിയോടാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ നയം എന്താണെന്ന് വ്യക്തമായി. കൈരളിയോട് സംസാരിക്കുന്നതിന് മോശം ഉണ്ടായിട്ടല്ല, പക്ഷേ കൈരളിയോട് മാത്രം സംസാരിക്കുകയും ജയഹിന്ദിനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ സംതിങ് റോങ് എന്നാണ് പാർട്ടി കണ്ടുപിടിച്ചിട്ടുള്ളത്. നോക്കൂ,
DCC ഭാരവാഹിയായ രഘുനാഥൻ എന്ന നേതാവിനെതിരെ ഒരു നിങ്ങളുടെ വനിതാ സ്ഥാനാർത്ഥിയായി മുൻ വനിതാ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ള റസിയ അൻസർ പരാതി നൽകുന്നു. ആ പരാതി നൽകിയിട്ടും ആ രഘുനാഥന് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ശരിയാണോ എന്ന് രമണി പി നായർ എന്ന നിങ്ങളുടെ KPCC ഭാരവാഹിയോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന വോയിസ് അടക്കം പുറത്തു വരുന്നു. അത് കൈരളിയിൽ നൽകിയത് കൊണ്ട് അത് പ്രശ്നമാണെന്ന് കരുതി അതെന്ത് യുക്തിയാണ്? ഇനി റസിയ കെ മുരളീധരന് പറഞ്ഞ മറുപടി ഒന്ന് കേൾക്കാം. താങ്കളൊന്ന് കേൾക്കൂ. കഴിഞ്ഞ 16-ാം തീയതി അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം 4:30 അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞ് ജയ്ഹിന്ദിന്റെ ഓഫീസിൽ ചെന്ന് 7 മണിവരെ കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഓഫീസിലേക്ക് ഇന്നിനി വരില്ല എന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ജയ്ഹിന്ദി തന്നെ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം, ചാനലിന് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ് തന്നെയാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 18-ാം തീയതി ഞാൻ വീണ്ടും KPCCയിൽ വെച്ച് കെ മുരളീധരൻ സാറിനെ കണ്ടു. സാറിനോട് ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഒപ്പം അവിടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, ഒരുപാട് പ്രവർത്തകരും ഉണ്ടായിരുന്നതിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ അവിടെ വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കോർ കമ്മിറ്റിയിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് സാറും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാട്ടിയിട്ട് പറയുകയും ചെയ്തു. കോർ കമ്മിറ്റിയിൽ ഞാൻ സാറിനും ശരത്ചന്ദ്ര പ്രസാദ് സാറിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു, ഒരു നടപടി ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ മുരളീധരൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടിത്തട്ടിലോട്ടുള്ള പാർട്ടിക്കാരുടെ വികാരങ്ങളോ അവരുടെ പാർട്ടി പ്രവർത്തനമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തില്ലായിരുന്നു. ഞാൻ ഒരാൾ മാത്രമാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് വാസ്തവമല്ല. ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ എൻ്റെ പരാതി ഇത്രയും നാൾ പൂഴ്ത്തി വെച്ചതിന് ശേഷം ഇപ്പോഴ് ഞാനത് ചാനലിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കൈരളിക്കാണോ കൊടുത്തതെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതാണ്, അവർ ഓടി നടന്ന് പരാതി കൊടുത്തു, അതെല്ലാം വാങ്ങി വെച്ചു, പരിഹരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ പുറത്ത് അപ്പോൾ ഒരു ബ്ലോക്ക് ഭാരവാഹിയായ തനിക്ക് പോലും ഇത്തരത്തിൽ നേരിടേണ്ടി വരുന്നു. എന്നിട്ട് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത്, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരോപണമുള്ളത്, ആ കുറ്റാരോപിതനെ സ്ഥാനം നൽകുന്നു, അല്ലെങ്കിൽ സീറ്റ് നൽകുന്നു. ഇതാണോ കോൺഗ്രസ് ചെയ്യുന്നത്? എന്നിട്ട് കൈരളിയോട് മാത്രം പറഞ്ഞു. അതാണോ തെറ്റ്? അതാണോ അതിൻ്റെ യുക്തിപരമായ മറുപടി? ശ്രീ റോണി കെ ബേബി. റസിയ എന്ന സ്ത്രീയെ, ഞാൻ അവരുടെ സ്ത്രീത്വത്തെ മാനിച്ചുകൊണ്ടെന്ന് പറയട്ടെ, ഞാൻ അവര് ഉന്നയിച്ച ആരോപണം അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം എനിക്ക് അതിന്റെ നിജസ്ഥിതി അറിയില്ല. പക്ഷെ അവര് ഉന്നയിച്ച ആ പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുന്നെങ്കിൽ, അവർക്ക് നീതി കിട്ടുന്നില്ല എന്ന് തോന്നിയെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ടത് അവർക്ക് പോലീസിൽ പരാതി കൊടുക്കാം. അതാണ് അവരവരുടെ പാർട്ടി. അതാണ് ശ്രീ റോണി കെ ബേബി, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്. ഒരു വനിതാ പ്രവർത്തക, നിങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയായ ഒരു വ്യക്തി, നിങ്ങളുടെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുമെന്ന് കരുതി പാർട്ടിയുടെ ആന്തരിക സംവിധാനങ്ങളിൽ പരാതി കൊടുത്തു. ആ പാർട്ടി തന്നെ ആ പ്രശ്നത്തിന്, കോൺഗ്രസ് പാർട്ടി തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന് പ്രതീക്ഷയും വാഗ്ദാനവും ലഭിച്ചു എന്ന് കരുതി നിങ്ങളുടെ പാർട്ടിയോട് കൂറും സ്നേഹവും കാണിച്ച ആ വ്യക്തിയാണോ ഇപ്പോൾ പറയുന്നത് പോലീസിൽ പരാതി കൊടുത്താൽ പോരായിരുന്നു എന്ന്? പോലീസിൽ അവർ പരാതി കൊടുക്കാതെ പാർട്ടിക്ക് പരാതി കൊടുത്തത് അവർക്ക് നിങ്ങളുടെ പാർട്ടിയോടുള്ള കൂറും സ്നേഹവും ഉള്ളതുകൊണ്ടാണ്. അതിനെയാണ് താങ്കൾ ഇപ്പോൾ ലംഘിച്ചത്. കാരണം ഒരു വ്യക്തിക്കെതിരെ, അത് എത്ര ഉന്നതരായ നേതാവായിക്കോട്ടെ, അയാൾക്കെതിരെ ഇതുപോലെയുള്ള വിഷയത്തിൽ പാർട്ടിക്ക് പരാതി കിട്ടിയാൽ, അല്ലെ പൊതുജന മധ്യത്തിൽ തന്നെ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായാൽ, അവരെ സംരക്ഷിക്കുന്ന ഒരു കീഴ്വഴക്കവും പാരമ്പര്യവുമല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. എന്താണ് MLA ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കെതിരെ, അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം, ഞാൻ ആ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. MLA ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കെതിരെ ആക്ഷേപം ഉണ്ടായപ്പോൾ കോൺഗ്രസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് ബോധ്യമുണ്ട്. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എനിക്കും അറിയില്ല. ഇവിടെ ഒരൊറ്റ കാര്യം പ്രിന്റ് ചെയ്തിട്ടില്ല ഇന്ദിരാഭവനിൽ. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പാർട്ടി നടപടി KPCCയുടെ ലെറ്റർ പാഡിൽ ഒന്ന് പ്രിന്റ് ചെയ്തിട്ടില്ല. പ്രിന്റ് ചെയ്തിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് വാക്കാൽ പറഞ്ഞു, ശരിയാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം എത്ര പാർട്ടി പരിപാടികളിലാണ് പങ്കെടുത്തത്? വലിയ വിവാദമായി വാർത്തകളിൽ. തിരുവനന്തപുരത്ത് എന്തിന് VD സതീശൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പോലും അദ്ദേഹം പോയിരുന്നു. ഒരു പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരത്ത് SUCI സംഘടിപ്പിച്ച പരിപാടിയിൽ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത സമയത്തിനില്ലായിരിക്കും ആ പരിപാടിയിൽ VD സതീശൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പാലക്കാട് തന്നെ എത്രയോ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. അതിനോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി എന്തായിരുന്നു അറിയാമോ?
രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താനൊരു കോൺഗ്രസ്സുകാരനാണ് അവസാനം വരെയും, അതുകൊണ്ട് UDF-ന് വേണ്ടി നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അവരെയൊക്കെ ജയിപ്പിക്കാൻ താൻ ഉണ്ടാകുമെന്നാണ് പാലക്കാട് MLA കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അല്ലെങ്കിൽ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ശ്രീ റോണി കെ ബേബി, ഞങ്ങളുടെ ഓർമ്മശക്തിയെ പരിഹസിക്കരുത് താങ്കൾ. ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ആരോപണ വിധേയരായ ആളുകളെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട റസിയ ഉന്നയിച്ച ആരോപണം ഒരുപക്ഷെ പാർട്ടി ഇതിന്റെ പ്രാഥമിക പരിശോധന നടത്തി മുന്നോട്ട് തന്നെ നടത്തി എന്നത് ഗൗരവ സ്വഭാവമുള്ള ഒരു പരാതിയല്ല. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ അത് പൊതുപ്രവർത്തകർ താങ്കൾ പറഞ്ഞത് കൂടുതൽ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു സ്ത്രീ അങ്ങനെ ഒരു പരാതി നൽകിയിട്ട് താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഈ നേതാക്കന്മാർ എന്താണ്, ഇതൊരു ഗൗരവമുള്ള പരാതിയാണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ പാർട്ടി സംവിധാനത്തിൽ പരിഹരിക്കേണ്ടതല്ല എന്ന് കണ്ടിട്ട് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യാതിരുന്നത് എന്താണ് ശ്രീ റോണി കെ ബേബി? നിങ്ങൾ അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കണോ? ബഹുമാനപ്പെട്ട റസിയ വാക്കൽ ഇതുപോലെ പരാമർശം നടത്തിയിട്ടുണ്ട്, പരാതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അന്വേഷണത്തിലേക്ക് ഒരു ഗൗരവ സ്വഭാവമുള്ളതല്ല. അവർ പരാതി എഴുതി നൽകിയിട്ടുണ്ടെന്നേ, അവർ പരാതി കോൺഗ്രസ് മുതിർന്ന നേതാക്കന്മാർക്ക് എഴുതി നൽകിയിട്ടുണ്ട്. അല്ലേ? നമ്മൾ അങ്ങനെ ഈ ഒരു പൊതുജന കെ മുരളീധരനെ പോലെയുള്ള നേതാവ്, അദ്ദേഹത്തിന് ഇതിന്റെയൊക്കെ വിശദാംശങ്ങളൊക്കെ അറിയാം. കെ മുരളീധരനെ പോലെയുള്ള അത്രയും ബഹുമാനിയ ഒരു നേതാവ്